ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എത്ര മാസമാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഒത്തിരി പേരുടെ ഒരു ഡൗട്ടാണ് എത്ര മാസമാണെന്ന്. അതാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഇനി RRBക്ക് ഒരു കോഴ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ RRBക്ക് ഒരു പുതിയ കോഴ്സ് ഉണ്ട്. ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ് ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ആരെങ്കിലും അപേക്ഷിക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അപേക്ഷിക്കുക. കാരണം ഫെബ്രുവരി 22-ാം തീയതി വരെ സമയമുണ്ട്. അപ്പൊ ഇന്നിപ്പോ 17-ാം തീയതിയാണ് അല്ലെ, 17-ാം തീയതിയാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം, 17 ആകുമ്പോൾ ഒരു 5 ദിവസം കൂടിയേ സമയമുള്ളൂ. 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെയും കൂടി അപേക്ഷിപ്പിക്കുക കേട്ടോ. 18,000 രൂപയാണ് ഇതിന്റെ ബേസിക് പേ വരുന്നെങ്കിലും, പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട. കാരണം നമുക്ക് നല്ല DA ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് DAയും HRAയും നല്ല കൂടുതലാണ്. നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. പിന്നെ നമ്മൾ 32,438 ആണ് ഇതിന് ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. 32,438 ആണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. ഇനി ഇതിന്റെ ഫീ എന്ന് പറയുന്നത് മെയിൽ, അതുപോലെ തന്നെ ഫീമെയിലിന് 250 രൂപയാണ്, 250. പിന്നെ SC ST ട്രാൻസ്ജെൻഡർ EWS ഇവർക്കൊക്കെ 250 രൂപയേ ഉള്ളൂ. പക്ഷെ അത് തിരിച്ചു കിട്ടും. മെയിൽ കാൻഡിഡേറ്റ്സിന്, അതുപോലെ ജനറലും OBC ഉള്ളവർക്ക് എന്തായിരുന്നു 500 രൂപയാണ്. പക്ഷെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഫീസ് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ഫീസ് ഒരു നഷ്ടമായിട്ട് എന്തായിരുന്നു ആരും കണക്കാക്കേണ്ട കാര്യമില്ല കേട്ടോ. എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതേ ഉള്ളൂ ഫീസ്. അതുകൊണ്ട് വലിയ സീൻ ഇല്ല കേട്ടോ ഫീസിന്റെ കാര്യത്തില്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും. ഒറ്റൊരു സിംഗിൾ എക്സാമേ വരുന്നുള്ളൂ, അല്ല ഒറ്റൊരു എക്സാം മാത്രമാണ് വരുന്നത്. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എക്സാമിന് എന്താണ് പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സന്തോഷ വാർത്ത, ഇംഗ്ലീഷ് എക്സാമിന് ഇല്ല എന്നാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു ഭാരം മനസ്സിൽ നിങ്ങൾ ഇറക്കി വെക്കുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ജനറൽ സയൻസ് അടുത്തത് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 25 മാർക്കിന്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ് വരുന്നത്. ജനറൽ സയൻസിന് 25 മാർക്കാണ്. ജനറൽ സയൻസ് ഏത് മുതലാണ്, അല്ലെങ്കിൽ ഏതാണ് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ CBSE ലെവലില് 10th വരെ ഉള്ളതാണ് നോർമലി പറയാറുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്, മാത്സിന് 25ഉം റീസണിങ്ങിന് 30ഉം ആയിട്ട് ഇതിന്ന് മാത്രം നമുക്ക് 55 മാർക്കാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല പോലെ മാത്സ് ആൻഡ് റീസണിങ് പഠിച്ചു കഴിഞ്ഞാൽ 55 മാർക്ക് കിട്ടും. ഇതുവരെ മാത്സ് ആൻഡ് റീസണിങ് അറിയില്ല, ഇനിയിപ്പോ എങ്ങനെ നമ്മൾ പഠിക്കുക എന്നൊക്കെ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട. കാരണം എന്താ, ഇതുവരെ പഠിക്കാത്തതൊന്നും വിഷയമല്ല. ഇനി മുതലെങ്കിലും മാത്സ് പ്രാക്ടീസ് ചെയ്യുക. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദിവസവും എഴുതാണ്ട് എന്തായിരുന്നു മാത്സ് ഫുൾഫിൽ ആവില്ല. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ദിവസം എന്തായിരുന്നു മാത്സ് നിങ്ങൾ പഠിക്കുക. ഇനി അതുപോലെ തന്നെ എന്തായിരുന്നു ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും 20 മാർക്കാണ് വരുന്നത്, 20 മാർക്കാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്രയായിരുന്നു, 100 മാർക്കിനാണ് വരുന്നത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 90 മിനിറ്റ് കൊണ്ട് ഈ 100 മാർക്ക് നിങ്ങൾ എഴുതി തീർക്കണം. അപ്പൊ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇനി എത്ര മാസം ഉണ്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് മിനിമം കിട്ടാൻ പോകുന്ന മാസം എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം. അപ്പൊ നമ്മൾ ഇനി 6 മാസം ഉണ്ടല്ലോ, അപ്പൊ മെല്ലെ പഠിച്ചാൽ മതി. ഏകദേശ ടൈമാണ്, എക്സാക്ട് ടൈം എന്തായിരുന്നു ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഏകദേശ ടൈമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും 6 മാസം ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും പഠിക്കാൻ കുറെ സമയമുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ദിവസങ്ങൾ പോകുന്നത് ഓരോ മണിക്കൂറിന്റെ എഫക്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഓരോ ആഴ്ചകൾ പോകുന്ന ഒരു ദിവസം പോകുന്നത് പോലെയും, ഒരു വർഷം പോകുന്നത് ഒരു മാസം പോകുന്ന പോലെയൊക്കെയാണ്. 2023 ന്യൂ ഇയർ ആഘോഷിച്ച ഞാൻ 2024 ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. ന്യൂ ഇയർ കഴിഞ്ഞ് ഇനി പുതിയ വർഷമായിട്ട് തുടങ്ങാമെന്നേ ഓർമ്മയുള്ളൂ. ഇന്ന് ഫെബ്രുവരി 17 ആയി അല്ലെ. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സമയമുണ്ടല്ലോ, ഇനിയും കുറെ മാസം ഉണ്ടല്ലോ, 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പഠിക്കാം, ഒന്നും വിചാരിക്കണ്ട. ഇപ്പൊ സമയമുണ്ട്, ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഇനി ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ എന്താവുന്ന വെച്ചാൽ പിന്നീട് പഠിക്കാന്ന് പറയുമ്പോഴേക്കും സമയം പോകും. അപ്പൊ നമ്മുടെ സമയവും വയസ്സൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. എക്സാമിന് എപ്പോഴും എന്തായിരുന്നു, നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഈ RRB ഗ്രൂപ്പ് ഡിക്ക് സാധാരണ രീതിയിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. പക്ഷെ കൊറോണയൊക്കെ ആയത് കാരണം ഒത്തിരി പേർക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ലാസ്റ്റ് 2019 വിളിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ കൊറോണ ഒക്കെ ആയത് കാരണം ഒരുപാട് പേരുടെ ഏജ് ഓവർ ആയിപ്പോയി. അതുകൊണ്ടൊരു റിലാക്സേഷൻ കൊടുത്തിട്ട് ഇപ്പൊ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പൊ അത് ഈ വർഷമാണ്. ഇനി അടുത്ത വർഷം കഴിഞ്ഞാൽ ഈ 36 വയസ്സായിരിക്കില്ല. അടുത്തൊരു എക്സാം വരുമ്പോ 18 to 33 ആയിരിക്കും ഏജ് ലിമിറ്റ് വരുന്നത്. അതുകൊണ്ട് ഒരു മേഴ്സി ചാൻസ് പോലെയാണ് 18 to 36 കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാക്സിമം എന്തായിരുന്നു നമ്മളിത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, ഒരു റെയിൽവേയിൽ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു അതിന് റിസൾട്ട് കാണും. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് പ്രോപ്പർ സ്റ്റഡിയും കൃത്യമായിട്ട് ടൈം ടേബിൾ സിലബസ് വൈസ് നമുക്ക് എന്ത് ചെയ്യായിരുന്നു പഠിച്ചു തുടങ്ങാം. അപ്പൊ സിലബസ് വൈസ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1499 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിരിക്കും, 1850 എങ്ങാനായിരിക്കും കാണുന്നത്. പക്ഷെ സാരല്ല, ഈ കോഡ് കണ്ടില്ലേ JI20, ഈ കോഡ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1499 രൂപയ്ക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു രീതിയിൽ എന്തായിരുന്നു അവർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ക്ലാസ്സിൽ ലൈവ് ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്തായിരുന്നു ഈ ഒരു ബാച്ചിൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം നോർമലി മൊബൈലൊക്കെ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യില്ലേ, അതുപോലെ മൊബൈൽ വെച്ച് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷനിൽ ഓൾ കാറ്റഗറീസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഹോം പേജിൽ പോകുമ്പോൾ ഇവിടെ ഹോം ഉണ്ടാവും, അതുപോലെ തന്നെ ബാച്ചസ് ഉണ്ടാവും. ഇവിടെ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നില്ലേ, ആ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങളിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ RRB ഗ്രൂപ്പ് D ആണെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണിക്കുവേ. അപ്പൊ ഇവിടെ പോയിട്ട് ബൈ നൗ അപ്പൊ തന്നെ ചെയ്യരുത്. താഴേക്ക് വരുമ്പോ എന്ത് കാണിക്കും? റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ അപ്ലൈ ഹിയർ, കൂപ്പൺ കോഡ് അപ്ലൈ ഹിയർ. അപ്പൊ ഇവിടെ എന്തായിരുന്നു, എവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? JI20 എന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ട് വേണം ബൈ ചെയ്യാൻ. അപ്പൊ കണ്ടോ ഫീ കണ്ടോ മാറിയിരിക്കുന്ന 1490 രൂപയായിട്ട് ഫീ മാറി. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തായിരുന്നു ബൈ നൗ കൊടുക്കണം. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം ബാങ്ക് വഴി അല്ലെങ്കിൽ ATM കാർഡ് വഴി അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ UPI എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഫോൺ പേ ഉപയോഗിച്ചോ, അതുപോലെ തന്നെ Paytm ഉപയോഗിച്ചോ, പിന്നെ നമ്മള് ഗൂഗിൾ പേ ഉപയോഗിച്ചു കഴിഞ്ഞോ, ഏത് ആപ്പാണോ നിങ്ങളുടെ കയ്യിൽ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു പർച്ചേസ് ചെയ്യാം. കൺഫേം കൊടുത്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.